എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC നടത്തിയ മെക്കാനിക്കൽ ഗ്രേഡ് 1 വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ കോഡ് 65/2023. അതിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. 1 cube of 1 meter side has weight 11,000 Newton in air. വാട്ട് വിൽ ബി ഇറ്റ്സ് വെയ്റ്റ് ഇൻ വാട്ടർ? ഇവിടെ ജിയുടെ വാല്യൂ 10 m/s² എന്ന് എടുക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വെയ്റ്റ് എന്ന് പറയുന്നത് 1000 ന്യൂട്ടൺ ആയിരിക്കും. അടുത്തത് 1 liter ഓഫ് ഫ്ലൂയിഡ് ഹാസ് എ മാസ് ഓഫ് 6.5 kg. ദെൻ ഇറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ്. സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 6.5 ആണ്. അടുത്തത് ഇൻ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ സബ്മേർജ്ഡ് ഇൻ വാട്ടർ ദ സെൻറ്റർ ഓഫ് പ്രഷർ ഈസ് ലൊക്കേറ്റഡ്. ആൻസർ ബിലോ സെൻട്രോയിഡ് ആണ്. സെൻട്രോയിഡിൻ്റെ താഴെ ആയിരിക്കും സെൻറ്റർ ഓഫ് പ്രഷർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം ദ റേഷ്യോ ഓഫ് ഗേജ് പ്രഷർ ബിറ്റ്വീൻ 2 points is located respectively at a depth of 0.4 meter and 8 meter below water level in a tank is. Answer option A ആണ് 1:20. The type of flow in which the velocity at any given time does not change with respect to space is called. Answer uniform flow. The type of flow in which the velocity at any given time does not change with respect to space is called uniform flow. അടുത്തത് വെഞ്ചുരിമീറ്റർ ഈസ് പ്രിഫേർഡ് ടു ആൻ ഓറിഫീസ് പ്ലേറ്റ് ബിക്കോസ്. വെഞ്ചുരിമീറ്റർ എന്ന് പറയുമ്പം അതിൽ എനർജി ലോസ് കുറവായിരിക്കും, അതുകൊണ്ടാണ് അത് പ്രിഫർ ചെയ്യുന്നത്. ഹൈഡ്രോളിക് റേഡിയസ് ഓഫ് നോച്ച് ഈസ് ഈക്വൽ ടു. ഒരു നോച്ചിൻ്റെ ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്നത് ഏരിയ ഡിവൈഡഡ് ബൈ ദി വെറ്റഡ് പെരിമീറ്റർ ആണ്. ഏരിയ ഡിവൈഡഡ് ബൈ ദി വെറ്റഡ് പെരിമീറ്റർ. അടുത്തത് ദ യൂണിറ്റ് ഓഫ് ദി ചെസീസ് കോൺസ്റ്റൻറ്റ് സി ഇൻ ദ ചെസീസ് ഫോർമുല ഈസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, m^1/2 per second. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെഡ് ലോസ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഇൻ എ പൈപ്പ് ഫ്ലോ. ഒരു പൈപ്പ് ഫ്ലോയുടെ ഹെഡ് ലോസ് എന്ന് പറയുന്നത് മെയിനായിട്ടും ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്. ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അടുത്ത ചോദ്യം ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഈസ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എംബോഡിങ് ദ പ്രിൻസിപ്പിൾ ഓഫ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കൺസർവേഷൻ ഓഫ് മാസ്. കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഈസ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എംബോഡിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അടുത്തത് ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ജെറ്റ് ഓഫ് വാട്ടർ ഇംപിഞ്ചിങ് ഓൺ എ മൂവിങ് പ്ലേറ്റ് ഈസ്. ആൻസർ ρ × V - U the whole square. A series of normal flat vanes are mounted on a periphery of a wheel, the vane speed being V. For maximum efficiency, the speed of the liquid jet striking the vanes should be. Answer 2V ആണ്, 2V. അടുത്തത് സ്പീഡ് റേഷ്യോ ഓഫ് ദ പെൽറ്റൺ വീൽ വേരീസ് ഫ്രം. സ്പീഡ് റേഷ്യോ ഓഫ് ദ പെൽറ്റൺ വീൽ വേരീസ് ഫ്രം 0.045 to 0.5. അടുത്തത് വിച്ച് റിലേഷൻ ഈസ് ഇൻകറക്റ്റ്. കുറേ റിലേഷൻസ് തന്നിട്ടുണ്ട്. പെൽറ്റൺ ടർബൈൻ ഇമ്പൾസ് ടർബൈൻ, ഫ്രാൻസിസ് ടർബൈൻ ഇമ്പൾസ് ടർബൈൻ, കപ്ലാൻ ടർബൈൻ റിയാക്ഷൻ ടർബൈൻ, ഫ്രാൻസിസ് ടർബൈൻ റിയാക്ഷൻ ടർബൈൻ. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് ഒരു ഇമ്പൾസ് ടർബൈൻ ആണെന്നാണ് ഇവിടെ പറയുന്നത്. അത് തെറ്റാണ്. അടുത്തത് ദ ഹൈഡ്രോളിക് എഫിഷ്യൻസി ഓഫ് എ ടർബൈൻ ഈസ് ദ റേഷ്യോ ഓഫ്. ഒരു ടർബൈൻ്റെ ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇതാണ്, മെക്കാനിക്കൽ എനർജി സപ്ലൈഡ് ബൈ ദ റോട്ടർ ആൻഡ് ഹൈഡ്രോഡൈനാമിക് എനർജി അവൈലബിൾ ഫ്രം ദി
fluid. Mechanical energy supplied by the rotor and hydrodynamic energy available from the fluid. ഇതാണ് ശരി ഉത്തരം. അടുത്തത് ഇൻ റിയാക്ഷൻ ടർബൈൻ ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് യൂസ്ഡ്. എന്തിനാണ് ഒരു ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്? ആൻസർ സി ആണ്. ടു കൺവേർട്ട് ദ കൈനറ്റിക് എനർജി ടു ഫ്ലോ എനർജി ബൈ ഗ്രാജുവൽ എക്സ്പാൻഷൻ ഓഫ് ഫ്ലോ ക്രോസ് സെക്ഷൻ. ഇതാണ് ശരി ഉത്തരം. ടു കൺവേർട്ട് ദ കൈനറ്റിക് എനർജി ടു ഫ്ലോ എനർജി ബൈ ദി ഗ്രാജുവൽ എക്സ്പാൻഷൻ ഓഫ് ദി ഫ്ലോ ക്രോസ് സെക്ഷൻ ആണ് റിയാക്ഷൻ ടർബൈൻ്റെ ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള മെച്ചം. When a centrifugal pump is started, there will be no flow of water until the pressure rise in impeller is large enough to overcome the. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, മാനോമെട്രിക് ഹെഡ്. മാനോമെട്രിക് ഹെഡ്. When a centrifugal pump is started, there will be no flow of water until the pressure rise in the impeller is large enough to overcome the manometric head. അടുത്തത് സ്ലിപ്പ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ബിക്കം നെഗറ്റീവ് വെൻ. ആൻസർ വന്ന ഓപ്ഷൻ ഡി ആണ്, ആക്ച്വൽ ഡിസ്ചാർജ് ഈസ് മോർ ദാൻ ദ തിയററ്റിക്കൽ ഡിസ്ചാർജ്. സ്ലിപ്പ് ഓഫ് ദ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ബിക്കം നെഗറ്റീവ് വെൻ ദ ആക്ച്വൽ ഡിസ്ചാർജ് ഈസ് മോർ ദാൻ ദി തിയററ്റിക്കൽ ഡിസ്ചാർജ്. 19ാമത്തെ ചോദ്യം, ഇൻ എ സെൻട്രിഫ്യൂഗൽ പമ്പ് ദ ലിക്വിഡ് എൻറ്റേഴ്സ് ദ പമ്പ്. എവിടെയാണ് എൻ്റർ ചെയ്യുന്നത്? അറ്റ് ദ സെൻറ്റർ ആണ് ഉത്തരം, അറ്റ് ദ സെൻറ്റർ. അടുത്ത ഇൻഡിക്കേറ്റഡ് ഡയഗ്രാം ഓഫ് എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഈസ് എ ഗ്രാഫ് ബിറ്റ്വീൻ. ഇൻഡിക്കേറ്റഡ് ഡയഗ്രാം ഓഫ് എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഈസ് എ ഗ്രാഫ് ബിറ്റ്വീൻ പ്രഷർ ഇൻ സിലിണ്ടർ വേഴ്സസ് സ്ട്രോക്ക് ലെങ്ത്. പ്രഷർ ഇൻ സിലിണ്ടർ വേഴ്സസ് ദി സ്ട്രോക്ക് ലെങ്ത് ആണ് ഉത്തരം. അടുത്ത ഓപ്പൺ സിസ്റ്റം ഈസ് വൺ ഇൻ വിച്ച്. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ ബോത്ത് എനർജി ആൻഡ് മാസ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ്. Property which are independent of the mass in the system are known as. ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ് വരുന്നത്. ഐ എന്ന് ഓർത്ത് വെച്ചാൽ മതി. എ സീരീസ് ഓഫ് ദ സ്റ്റേറ്റ് ചേഞ്ചസ് സച്ച് ദാറ്റ് ദ ഫൈനൽ സ്റ്റേറ്റ് ഈസ് ഐഡൻറ്റിക്കൽ വിത്ത് ദ ഇനിഷ്യൽ സ്റ്റേറ്റ് ഈസ് നോൺ ആസ്. അതെന്ന് പറയുന്നത് തെർമോഡൈനാമിക് സൈക്കിളാണ്. അടുത്ത ചോദ്യം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് ദ ഫോർമുലേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഫോർമുലേഷനാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അടുത്ത ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഹീറ്റ് ട്രാൻസ്ഫേർഡ് ടു ദ സിസ്റ്റം അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇൻക്രീസസ് ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം. അടുത്ത ചോദ്യം, സ്പെസിഫിക് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഓഫ് ദി സിസ്റ്റം ആണ്. സ്പെസിഫിക് എൻതാൽപ്പി ഈസ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഓഫ് ദി സിസ്റ്റം. വർക്ക് ഈസ് സെഡ് ടു ബി എ ഹൈ ഗ്രേഡ് എനർജി. വർക്ക് എന്ന് പറയുന്ന ഒരു ഹൈ ഗ്രേഡ് എനർജിയാണ്. അടുത്ത COP ഓഫ് പമ്പ് എന്ന് പറയുന്നത് എന്താണ്? COP ഓഫ് പമ്പ് എന്ന് പറയുന്നത് COP ഓഫ് റെഫ്രിജറേറ്റർ +1 ആണ്. അടുത്തത് കാർനോട്ട് സൈക്കിളിനെ പറ്റിയാണ് പറയുന്നത്. കാർനോട്ട് സൈക്കിളിന് 2 റിവേഴ്സിബിൾ ഐസോതേർംസ് ആൻഡ് 2 റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സ്. 2 റിവേഴ്സിബിൾ ഐസോതേർംസ് ആൻഡ് 2 റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സാണ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. എൻട്രോപ്പി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ക്യാൻ നെവർ. ഇതിൻ്റെ ആൻസർ 30B ആണ്, ഡിക്രീസ്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് കുറയില്ല. ദ മെയിൻ കണ്ടൻറ്റ് ഓഫ് ദ ഫ്യൂവൽ. ഒരു ഫ്യൂവലിലെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് കാർബണും അതുപോലെ തന്നെ ഹൈഡ്രജനുമാണ്. ബോംബ് കലോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അത് യൂസ് ചെയ്യുന്നത് ഹയർ കലോറിഫിക് വാല്യൂസിന് വേണ്ടിയാണ് ബോംബ് കലോറിമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇഫ് mg represent the mass of dry steam and mf represent the mass of water in suspension, dryness fraction is given by. Answer mg divided by mg plus mf. Superheating of a steam before entering for isentropic expansion in Rankine cycle. Answer both A and B ആണ്. അതായത്
increases work done and increases net cycle efficiency. Superheating working of the steam before entering for isentropic expansion in Rankine cycle increases work done and increases net cycle efficiency. അടുത്തത് എയർ റെഫ്രിജറേറ്റർ വർക്ക് ഓൺ ദി ബെൽ-കോൾമാൻ സൈക്കിൾ. അടുത്ത ചോദ്യം, ഇൻ കേസ് ഓഫ് ദ ഇമ്പൾസ് സ്റ്റീം ടർബൈൻ, ഒരു ഇമ്പൾസ് സ്റ്റീം ടർബൈൻ്റെ കേസിൽ വെലോസിറ്റി ഇൻക്രീസസ് അറ്റ് നോസിൽ ആൻഡ് റെഡ്യൂസസ് അറ്റ് മൂവിങ് ബ്ലേഡ്. നോസിലിൻ്റെ ഭാഗത്ത് വെലോസിറ്റി കൂടും, പക്ഷേ ബ്ലേഡിലേക്ക് വരുമ്പോഴത്തേക്കും അത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇൻ കേസ് ഓഫ് ദ സ്റ്റീം റിയാക്ഷൻ സ്റ്റീം ടർബൈൻ, ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ഡ്രോപ്പ് അറ്റ് മൂവിങ് ബ്ലേഡ് ടു ടോട്ടൽ ഹീറ്റ് ഡ്രോപ്പ് അറ്റ് മൂവിങ് ആൻഡ് ഫിക്സഡ് ടേബിൾ ആയിരിക്കും. ഹീറ്റ് ഡ്രോപ്പ് അറ്റ് മൂവിങ് ബ്ലേഡ് ടു ടോട്ടൽ ഹീറ്റ് ഡ്രോപ്പ് അറ്റ് മൂവിങ് ആൻഡ് ഫിക്സഡ് ബ്ലേഡ്. അടുത്ത ചോദ്യം, കോമ്പൗണ്ടിങ് ഓഫ് ഇമ്പൾസ് സ്റ്റീം ടർബൈൻ ഈസ് ഡൺ ടു. ഇമ്പൾസ് സ്റ്റീം ടർബൈനിൽ കോമ്പൗണ്ടിങ് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? ആൻസർ റെഡ്യൂസ് റോട്ടർ സ്പീഡ്. റോട്ടറിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കോമ്പൗണ്ടിങ് നടത്തുന്നത്. ഗ്യാസ് ടർബൈൻ വർക്ക് ഓൺ ദി ബേസിസ് ഓഫ്. ആൻസർ ജൂൾ സൈക്കിൾ. ജൂൾ സൈക്കിളിൻ്റെ ബേസിലാണ് ഗ്യാസ് ടർബൈൻ വർക്ക് ചെയ്യുന്നത്. അടുത്ത ഇൻ്റർകൂളർ ഇൻ ദ ഗ്യാസ് ടർബൈൻ എന്താണ്? ആൻസർ ഇംപ്രൂവ്സ് എഫിഷ്യൻസി. ഇൻ്റർകൂളർ ഇൻ ദ ഗ്യാസ് ടർബൈൻ ഇംപ്രൂവ്സ് എഫിഷ്യൻസി. The center of gravity of a solid hemisphere of radius r lies at a distance of 41 a ആണ്. 3/8 r from the base. ഇതെപ്പോഴും ഒന്നിൽ കുറവായിരിക്കും എന്ന് ഓർക്കുക. അപ്പോൾ ഓപ്ഷൻ ബി തെറ്റാണ് നമുക്ക് മനസ്സിലാക്കാം. ആൻസർ 3/8 r from the base. Area of the section is in mm square and the distance of the center of area from a line is in mm. Then the unit of the moment of inertia of the section about the line is expressed in. ആൻസർ ഡി ആണ്, mm⁴. അടുത്ത ചോദ്യം, the shear force and bending moment are 0 at the free end of a cantilever beam. Then if it carries a, ആൻസർ സി ആണ്, uniformly distributed load over the whole length. The shear force and bending moment are 0 at the free end of a cantilever beam if it carries a uniformly distributed load over the whole length. A beam expanding beyond the support is called. Answer overhanging beam. For a given material, the modulus of rigidity is 100 gigapascal and the Poisson ratio is 0.25. The value of the modulus of elasticity. Modulus of elasticity is equal to 2g into 1 plus mu. എന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും 250 gigapascal എന്ന് കിട്ടും. Within elastic limit in a loaded material, the stress is directly proportional to strain. അത് ഹുക്സ് ലോ. അടുത്തത് 47, when a body is subjected to 3 mutually perpendicular stresses of equal intensity, the ratio of the direct stress to the corresponding volumetric strain is known as. Answer bulk modulus. അടുത്ത ചോദ്യം, a steel bar is heated from 15 degrees Celsius to 40 degrees Celsius and it is free to expand. The bar will induce no stress at all. ഒരു സ്ട്രെസ്സും ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നത് കൊണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അടുത്ത, when a solid shaft is subjected to torsion, the shear stress induced in the shaft at center. ടോർഷൻ വരുമ്പോഴത്തേക്കും അതിൻ്റെ സെൻറ്ററിൽ അനുഭവപ്പെടുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അടുത്തത് ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണ്, എ കോളം ഓഫ് ലെങ്ത് L is hinged at both end. Its equivalent length will be equal to. ആൻസർ ഓപ്ഷൻ ബി ആണ്, L. അപ്പോൾ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത 50 ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതും കൂടെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.